പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രക്ഷകനും നാഥനും ദൈവവുമായ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. സക്രിയ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. സക്രിയ പ്രവാചകൻ എഴുതിയ പുസ്തകം 9-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങൾ. വരാനിരിക്കുന്ന രാജാവ്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുന്ന, ദൈവത്തെ തൻ്റെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരോടും വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ ഇന്ന് നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിന്നെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു തിന്മയും ഒരു ശത്രുവും നിന്നെ ആക്രമിക്കുവാൻ വരികയില്ല. കാരണം ഇന്നു മുതൽ നിന്റെ ഭവനത്തിന് ഞാൻ കോട്ടയും സംരക്ഷണവുമായിരിക്കും. ഇന്നു മുതൽ എൻ്റെ കണ്ണ് നിന്റെ ഭവനത്തിലേക്ക് ഞാൻ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ദൈവം നിനക്കൊരു സെക്യൂരിറ്റി ഗാർഡായി ആയിരിക്കുവാൻ, അങ്ങനെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കൽ വിനയത്തോടെ എളിമയോടെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ കന്യാമറിയം പറഞ്ഞതുപോലെ നമ്മൾക്കും ആ ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് കഴിയാം. കടന്നു വരുന്ന ദൈവം നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരികയും നിന്നെ സംരക്ഷിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ വേണ്ട എന്ന് പറയുന്നതിന് പകരം ആ കർത്താവിൻ്റെ മുന്നിൽ താഴ്മയായി നിൽക്കുവാൻ ശ്രമിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ നമുക്ക് സ്വീകരിച്ച് ആനയിക്കാം. ആ ഭവനം ഒരു തിരുക്കുടുംബമായി മാറട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും ഇന്നത്തെ കൊണ്ട് പൂർണ്ണമായി നിങ്ങളെ വിട്ടുമാറട്ടെ. ഏതാവശ്യത്തിനെക്കുറിച്ചാണോ നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ. ഇന്നു മുതൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. കർത്താവ് നിങ്ങളുടെ
സംരക്ഷകനും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ എല്ലാമായി മാറുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ പരിപാലനയിൽ നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.